ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹ്മഹുല്ലാ അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ, ഓഡിയോ നമ്പർ 16. വിഷയം തൗഹീദിൻ്റെ വിപരീതമാണ് ഷിർക്ക്, അത് ചെറുതും വലുതുമുണ്ട്. ഫസ്ലുൻ ഫി ബയാനി ളിദ്ദി തൗഹീദി വഹുവ അശ്ശിർക്ക് വഅന്നഹു യൻഖസിമു ഇലാ ഖിസ്മൈൻ അസ്ഗറു വഅക്ബറു വബയാനു കുല്ലി മിൻഹുമ. ഫസ്ൽ, ഇതൊരു ഫസ്ലാണ്, ഇരിച്ചിലാണ്. ഫി ബയാനി, വിവരിക്കുന്ന വിഷയത്തിൽ, ളിദ്ദി തൗഹീദി, തൗഹീദിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതത്തെ, വഹുവ അത് അഷിർക്കു, ഷിർക്കാണ്. വഅന്നഹു, അഷിർക്ക് എന്നത്, യൻഖസിമു വിഭജിക്കുന്നു, ഇലാ ഖിസ്മൈൻ 2 ഇനങ്ങളായിട്ട്, അസ്ഗറു വ അക്ബറു. അസ്ഗറു ചെറുത്, ചെറിയ ഷിർക്ക്, അക്ബർ വലിയ ഷിർക്ക്. ചെറിയ ഷിർക്ക് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നിടത്തോളം എത്തുന്നതല്ല, എന്നാൽ ഹറാമാണ്. അക്ബർ, ഷിർക്കുൽ അക്ബർ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ നിന്ന്, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്ക്. ബയാനി കുല്ലി മിൻഹുമ, അത് രണ്ടിൻ്റെയും വിവരണവും. അഷിർക്കുൽ അക്ബർ, അതുപോലെ അഷിർക്കുൽ അസ്ഗർ, അൽ ഹലിഫ് ബിഗൈരില്ല. ഈ 3 കാര്യങ്ങൾ ആണ് ഇനിയുള്ള വരികളിൽ. والشرك نوعان فشرك أكبر به خلود النار إذ لا يغفر وهو اتخاذ العبد غير الله ندا به مسويا يقصده عند نزول الضر لجلب خير أو لدفع شر أو عند أي غرض لا يقدر عليه إلا المالك المقتدر مع جعله لذلك المدعو أو المؤلم أو المرجو في الغيب سلطانا به يطلع على ضمير من إليه يفزع والثاني شرك أصغر وهو الرياء فسره به ختام الأنبياء ومنه إقسام بغير الباري كما أتى في محكم الأخبار. വഷിർക്കു, ഷിർക്ക് എന്നതിന് നൗആനി 2 ഇനങ്ങളാണ്. ഫഷിർക്കുൻ അക്ബറു, ഒന്ന് ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്ക്, ബിഹി അതുകൊണ്ട്, ഖുലൂദുൻ നാരി അതുകൊണ്ട് എന്തുണ്ടായിത്തീരും, നരകത്തിൽ ശാശ്വതവാസം ഉണ്ടായിത്തീരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത് കാരണം ലാ യുഗ്ഫറു, അത് പൊറുക്കപ്പെടുന്നതല്ല ഷിർക്കുൽ അക്ബർ എന്നത്. വഹുവ അത്, ആ ഷിർക്കുൽ അക്ബർ എന്താണ്, ഇത്തിഹാദുൽ അബ്ദി ദാസൻ സ്വീകരിക്കലാണ്, ഗൈറല്ലാഹി അല്ലാഹുവിനെ അല്ലാതെ, നിദ്ദൻ ബിഹി അവന് സമമായിട്ട്, മുസവ്വിയൻ അവന് തുല്യനായിട്ട്, മുലാഹി അവന് സദൃശനായിട്ട്, യഖ്സുദുഹു അതിനെ ഉദ്ദേശിക്കുന്നു, അള്ളാഹു അല്ലാത്തതിനെ അവൻ ഉദ്ദേശിക്കുന്നു, ഇൻദ നുസൂലി ദുർരി ഒരു ഉപദ്രവം, വിഷമം ഇറങ്ങുമ്പോൾ, ആപത്ത് വന്നെത്തുമ്പോൾ, ലി ജൽബി ഖൈറിൻ നന്മ നേടാൻ, ഔ ലി ദഫ്ഇ ശർരി അല്ലെങ്കിൽ തിന്മയെ പ്രതിരോധിക്കാൻ, ഔ ഇൻദ അയ്യ വറദിൻ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന്, ഏതെങ്കിലും ലക്ഷ്യത്തിന് അള്ളാഹു അല്ലാത്തതിനെ അവൻ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, നിദ്ദായി കൽപ്പിക്കുന്നു, സമമായി കാണുന്നു. എങ്ങനെയുള്ള വറദ്, ലക്ഷ്യം, ലാ യഖ്ദിറു അത് സാധിക്കുകയില്ല, അലൈഹി അവന് മേൽ, അതിന്മേൽ സാധിക്കുകയില്ല, അതിന് കഴിയുകയില്ല, ഇല്ലൽ മാലിക്കുൽ മുഖത്തദിറു കഴിവുള്ള മാലിക്കായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം അവൻ അള്ളാഹു അല്ലാത്തതിൽ പ്രതീക്ഷിക്കുന്നു എന്നതാണ്.
മഅ ജഅലിഹി ലിദാലിക്കൽ മദ്ഉബി, ആ മദൂ, അവൻ പ്രാർത്ഥിക്കപ്പെടുന്ന, അവൻ ഇബാദത്ത് ചെയ്യുന്ന, അവൻ പ്രാർത്ഥിക്കുന്ന, ആ പ്രാർത്ഥിക്കപ്പെടുന്ന വിഗ്രഹമാവട്ടെ, എന്താവട്ടെ, നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, അതിനെ അവൻ ആക്കുന്നതോടൊപ്പം തന്നെ അവിൽ മുഅല്ലമി, അല്ലെങ്കിൽ അവൻ ആദരിക്കപ്പെടുന്ന, അവിൽ മർജുവി അല്ലെങ്കിൽ റജാ, ആരിലാണോ അർപ്പിക്കുന്നത്, ആ അർപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നിദ്ദായിട്ട് തുല്യമായിട്ട് അവൻ കണക്കാക്കിയ അതിനെ അവൻ ആക്കുന്നതോടൊപ്പം ഫിൽ ഗൈബി, ഗൈബിൽ സുൽത്താനം ബിഹി യത്വലിയു, അതിലേക്ക് അവൻ എത്തി നോക്കുന്ന, അതിനുള്ള ഒരു അധികാരം ഉണ്ട്. ഗൈബിയായിട്ടുള്ള കാര്യം ആ അള്ളാഹു അല്ലാത്തതിന് അറിയും എന്ന് അവൻ ഉദ്ദേശിക്കുന്നു. അലാ ലമീരി മൻ ഇലൈഹി യഫ്സഉ, ആരിലേക്കാണോ, അതായത് അള്ളാഹു അല്ലാത്ത ആരിലേക്കാണോ അവൻ ഫസാവോടുകൂടി, ഭയത്തുപ്പാടോടുകൂടി അവൻ ചേരുന്നത്, അവൻ ആശ്രയിക്കുന്നത്, അവൻ്റെ ഹൃദയത്തിൽ ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ വിഷമാവട്ടെ, പ്രയാസമാവട്ടെ, അവൻ്റെ എന്താവശ്യമാവട്ടെ, അതറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ അള്ളാഹു അല്ലാത്ത നിദ്ദിനുണ്ട്, സമനുണ്ട് എന്ന് അവൻ ജൽപ്പിക്കുന്നു, അവൻ അങ്ങനെ വിചാരിക്കുന്നു, ഉദ്ദേശിക്കുന്നു. ഇനി അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്. വസ്സാനി ഷിർക്കുൻ അസ്ഗറു വഹുവ റിയ, രണ്ടാമത്തെ ചെറിയ ഷിർക്കാണ്, അത് ലോകമാന്യമാണ്, ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അമൽ ചെയ്യുക. ഫസ്സാറഹു ബിഹി ഖിതാമുൽ അംബിയ, അംബിയാക്കളിലെ അവസാനത്തവർ, അന്ത്യപ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യാഖ്യാനിച്ചു. ഇനി അടുത്ത അൽ ഹലിഫു ബിഗൈരില്ല, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ. വമിൻഹു ഇഖ്സാമുൻ ബിഗൈരിൽ ബാരി കമാ അതാ ഫീ മുഹ്കമിൽ അഖ്ബാരി. വമിൻഹു, അതിൽപ്പെട്ടതാണ് ഏത്? ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞില്ലേ, അതിൽപ്പെട്ടതാണ് അൽ ഹലിഫു ബിഗൈരില്ല, ഇഖ്സാമുൻ ബിഗൈരിൽ ബാരി, അൽ ബാരി, എല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹു, അവനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാം. മമ്പർത്തങ്ങളെ കാക്കൽ, മമ്പർത്തങ്ങളാണ് സത്യം, മൊഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം, അംബിയ ഔലിയാക്കളാണ് സത്യം, കാബയാണ് സത്യം, ലാത്തയാണ് സത്യം, ഇതൊക്കെ എന്താണ്? അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാം. ഇത് ഒരു തരം ഷിർക്കാണ്, ഷിർക്കുൽ അസ്ഗറിൽപ്പെടും. കമാ അതാ ഫീ മുഹ്കമിൽ അഖ്ബാരി, പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളതുപോലെ. ഇനി ഇതിൻ്റെ ചെറിയൊരു വിവരണം നോക്കാം. വഷിർക്കു ഷിർക്ക് അല്ലദീ ഹുവ ളിദ്ദു തൗഹീദ്, തൗഹീദിൻ്റെ ഓപ്പോസിറ്റായ നൗആനി, അത് രണ്ടിനങ്ങളാണ്. അയ്യൻഖസിമു ഇലാ നൗഅൈൻ, അതായത് രണ്ടിനങ്ങളിലേക്ക് തിരിക്കുന്നതാണ്. ഫഷിർക്കുൻ അക്ബറു, അപ്പോൾ വലിയ ഷിർക്ക്, യുനാഫി അത്തൗഹീദ് ബിൽ കുല്ലിയ, തൗഹീദിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. വയുഖ്റിജു സാഹിബഹു മിനൽ ഇസ്ലാം, അതിൻ്റെ വക്താവ് ഇസ്ലാമിൽ നിന്ന് പുറത്തു ആവും. ബിഹി, അതുകൊണ്ട് ഹുലൂദ് ഫാഇലിഹി ഫിന്നാർ, അത് പ്രവർത്തിക്കുന്ന ആൾ നരകത്തിൽ ശാശ്വതനാകും അബദ, ഇക്കാലത്തും. ഇത് ലാ തഗ്ലീലുൻ ലി അബദിയത്തിൽ ഹുലൂദ്, ഇതിന് പറഞ്ഞത് അവിടെ തഗ്ലീലാണ്, കാരണം ആണ്. അതായത് ലിക്കൗനിഹി ലാ യഗ്ഫിർ, കാരണം അത് എന്താണ്? പൊറുക്കപ്പെടാത്തതായതുകൊണ്ട്. അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക്, നിശ്ചയം അള്ളാഹു അവനിൽ ഷിർക്ക് വെക്കുന്നത് പൊറുക്കൂല, മറ്റുള്ളത് അവൻ പൊറുക്കും എന്ന്. വഫീഹി അൻ ജാബിർ ബിൻ അബ്ദുല്ല, ഒരു ഹദീസും കാണാം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തൊക്കെയാണ് മൂജിബാത്ത്, രണ്ട് മൂജിബാത്ത്, അനിവാര്യമായ രണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസം പറഞ്ഞു, മമ്മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന, അള്ളാഹുവിൽ ഷിർക്ക് വെക്കാതെ ചേർക്കാതെ ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ, അള്ളാഹുവിനോട് വല്ലതിനെയും പങ്കു ചേർത്തിട്ട്, അതായത് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്ക് ചെയ്തിട്ട് ആരെങ്കിലും മരിച്ചാൽ, ആ അവസ്ഥയിൽ അവൻ മരിച്ചാൽ, അതിൽ നിന്ന് അവൻ മുക്തനായി തൗബ ചെയ്ത് അവൻ്റെ തൗഹീദ് പുതുക്കി വരാതെ, അതിനുള്ള അവസരമുണ്ടാകാതെ, അല്ലെങ്കിൽ അവസരമുണ്ടായിട്ട് വിനിയോഗിക്കാതെ അവൻ ഷിർക്കിലായിക്കൊണ്ട് മരിച്ചാൽ നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും, നരകത്തിൽ അവൻ പ്രവേശിക്കുമെന്നാണ്. താരിഫ് ബി ഷിർക്ക്, ഷിർക്കിൻ്റെ താരിഫ് നിർവചനം. വഹുവ, അത് അഷിർക്ക്, ഷിർക്ക് ഇത്തിഹാദുൽ അബ്ദി ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തതിനെ സ്വീകരിക്കലാണ് ദാസൻ, മിൻ നബിയിൻ ഔ വലിയിൻ മലക്കിൻ ഔ ഖബറിൻ ഔ ജിന്നിയിൻ ഔ ഷജറിൻ ഔ ഹജറിൻ ഔ ഹയവാനിൻ ഔ നാരിൻ ഔ ഷംസിൻ ഖബറിൻ ഔ കൗകബിൻ ഔ റിദാലിക്. ഈ പറഞ്ഞതൊക്കെ നബിയാട്ടെ, വലിയാട്ടെ, മരക്കാട്ടെ, ഖബറിനെ ആട്ടെ, അല്ലെങ്കിൽ ജിന്നിനാട്ടെ, മരം, ഷജർ, ഹജർ, കല്ല്, ശില, ഹയവാൻ, ഏതെങ്കിലും ജീവി, ഔ നാരിൻ, അല്ലെങ്കിൽ തീ, അല്ലെങ്കിൽ ഔ ഷംസിൻ, അല്ലെങ്കിൽ സൂര്യൻ, അല്ലെങ്കിൽ കമർ, ചന്ദ്രൻ, ഔ കൗക്കബിൻ, അല്ലെങ്കിൽ നക്ഷത്രം, ഔ റിദാലിക്, അതല്ലാത്ത എന്താണെങ്കിലും നിദ്ദായിട്ട് സ്വീകരിക്കലാണ്.
മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ നിദ്ദായിട്ട് സ്വീകരിക്കലാണ്. അള്ളാഹുവിന് സമനായിട്ട് സ്വീകരിക്കണം. മുസബ്ബിയം ബിഹി അവനെ സമമാക്കിക്കൊണ്ട് അതായത് അള്ളാഹുവിന് യുഹിബ്ബുഹു കഹുബ്ബില്ലാ അള്ളാഹുവിനോടുള്ള ഹബ്ബ് പോലെ അവൻ അതിനെയും സ്നേഹിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ അതുപോലെ എന്നാണ്. യഖാഫുഹു അതേപോലെ അതിനെ ഭയപ്പെടും അവൻ. യഖ്ഷാഹു അതിനോട് ഭയഭക്തി ഉണ്ടാവും. കഹഷ്യത്തില്ല അള്ളാഹുവിനോടുള്ള ഭയഭക്തി പോലെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ അതിനെ അവനെന്ത് ചെയ്യും, പിന്തുടരും. ഫിമാസ്യത്തില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവന് എതിനെയാണോ സമനാക്കിയത് അതിനെ അവൻ വഴിപ്പെടും. യുശ്രികു ഫി ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ അതിന് അവൻ ഷിർക്ക് വെക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദയും അതിന് ഇബാദയും. മുലാഹി എന്ന് പറഞ്ഞാൽ ബിഹില്ല അള്ളാഹുവിന് മുലാഹിയായിട്ട് സദൃശമാക്കിയിട്ട്. അള്ളാഹു തആല പറഞ്ഞു വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന് അവർ നിദ്ദുകളെ സമന്മാരെ കൽപ്പിക്കുന്നു, ആ സമന്മാരെ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇനി യഖ്സുദുഹു എന്ന് പറഞ്ഞാൽ അയൽ മുത്തഹിദു ദാലിക അന്നിദ്ദ അള്ളാഹുവിന് നിദ്ദിനെ സമനെ കൽപ്പിക്കുന്ന സ്വീകരിക്കുന്ന വ്യക്തി അവൻ ഉദ്ദേശിക്കുന്നു ആ നിദ്ദിനെ സംബന്ധിച്ച് മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ യഖ്സുദു നിദ്ദഹു ഇൻദ നുസൂലി ദുർരി അതായത് ഒരു ഉപദ്രവം ഒരു വിഷമം അവന് ഫിത്ന ആപത്ത് അവന് ഇറങ്ങുന്ന സമയത്ത് ബി അതുകൊണ്ട് മിൻ ഖൈറിൻ ഫാത്തഹു ഔ ശർരിൻ ദഹമഹു അപ്പോൾ ആ ഖൈർ അവന് നഷ്ടപ്പെട്ട ഒരു ഖൈർ അല്ലെങ്കിൽ അവന് വന്നു ഭവിക്കുന്നൊരു ഷർറ് അതാണ് നുസൂലുൽ ദുർർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലി ജൽബി ഖൈറിൻ ലഹു അപ്പോൾ അവന് ഒരു നന്മ നേടാൻ ഔ ലിത്തഫിഷത്തി അൻഹു അല്ലെങ്കിൽ അവനെ തൊട്ട് ഒരു തിന്മ പ്രതിരോധിക്കാൻ തടയാൻ ഔ ഇൻദ ഇഹ്തിയാജിൻ വറദിൻ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യം എന്ത് ലക്ഷ്യമാണെങ്കിലും മിനൽ ഔറാദി ലക്ഷ്യങ്ങളിൽപ്പെട്ട എന്ത് ലക്ഷ്യമാണെങ്കിലും ഒബ്ജക്റ്റീവ്സ് വൽ ഹാലു അന്നഹു ലാ യഖ്ദിറു അലൈഹി എന്താണ് എങ്ങനത്തെ ലക്ഷ്യം എങ്ങനത്തെ കാര്യമാണ് അതിന്മേൽ കഴിയുകയില്ല അലാ ദാലിക്കൽ വറദ് ആ ഒബ്ജക്റ്റീവ് നേടാൻ കഴിയുകയില്ല സാധിക്കുകയില്ല ഇല്ലൽ മാലിക്കുൽ മുഖ്തദിർ എല്ലാം കഴിവുള്ള മാലിക്കായിട്ടുള്ള സർവാധിപനായിട്ടുള്ള ഉടമസ്ഥനായിക്കൊണ്ടുള്ള അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനത്തെ ഒരു ലക്ഷ്യം അങ്ങനത്തെ ഒരു കാര്യം അവൻ അള്ളാഹുവിൻ്റെ സമനെ പ്രതീക്ഷ അർപ്പിക്കുന്നു ഉദ്ദേശിക്കുന്നു എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മാലിക്കുൽ മുഖ്തദിർ എന്ന് പറയുന്നത്. വമാ ജാലിഹി അവൻ ആക്കുന്നതോടൊപ്പം തന്നെ അബ്ദി അതായത് ദാസനെ ലിദാലിക്കൽ മദ്ഉവി അവിൽ മുഅല്ലമി അവിൽ മർജുവി അതായത് അവൻ പ്രാർത്ഥിക്കുന്ന അതായത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന നിദ് ആദരിക്കപ്പെടുന്ന നിദ് അവൻ റജാ പ്രതീക്ഷ അല്ലെങ്കിൽ ആശ അർപ്പിക്കുന്ന ആ നിദ് മിൻ മലക്കിൻ ഔ നബിയിൻ ഔ വലിയിൻ ഔ ഖബറിൻ ഔ ഷജറിൻ ഔ ഹജറിൻ ഔ കൗകബിൻ ഔ ജിന്നിൻ നേരത്തെ പറഞ്ഞ ഇതിൽപ്പെട്ട ഏത് ആണെങ്കിലും ഫിൽ ഗൈബി സുൽത്താന അയ്യഅതഖദു അന്ന ലഹു സുൽത്താൻ ഗൈബിയൻ ഫൗഖ തൗഖിൽ ബശർ മനുഷ്യൻ്റെ കഴിവിന് അതീതമായിട്ട് ഗൈബിയായ ഒരു കഴിവ് ഒരു അധികാരം സുൽത്താൻ ഒരു പവർ ആ അള്ളാഹുവിൻ്റെ നിദ്ദിനുണ്ട്. അത് ചിലപ്പോൾ മലക്കാവാം നബിയാവാം വലിയാവാം ഖബറാവാം മരമാകാം കല്ലാകാം നക്ഷത്രമാവാം അല്ലെങ്കിൽ ജിന്നാവാം. ഇങ്ങനെ അവൻ വിശ്വസിക്കുന്നു ആ മുശ്രിക്ക്. അന്ന ലഹു സുൽത്താൻ ഗൈബിയൻ ഫൗഖ തൗഖിൽ ബശർ ബിഹി യത്തലിഉ ഐ ബിദാലിക സുൽത്താനിൽ ലദി അഅതഖദഹു ഫി അവൻ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിൻ്റെ ആ നിദ്ദിൽ ആ ഉണ്ട് എന്നവൻ വിചാരിക്കുന്ന ആ സുൽത്താനിയത്ത് ആ ശക്തി കൊണ്ട് അത് ഇത്ലാഖ് അലാ ദമീരി മൻ ഇലൈഹി യഫ്സഉ ആരിലേക്കാണോ അവൻ ഭയപ്പാടോടുകൂടി ആശ്രയിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഇലാ ദാലിക നിത്തി ഫി ഖളാഇ അയ്യ ഹാജത്തിൻ ഏത് ആവശ്യപൂർത്തീകരണത്തിനും മിൻ ഷിഫാഇ മരീദിൻ രോഗിയുടെ രോഗം ഭേദമാവാൻ അത് ഉറദ്ദി ഗായിബിൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാൻ അത് വൈരി ദാലിക് അതല്ലാത്ത മറ്റു കാര്യമാണ്. ഫയറ അവൻ കാണുന്നു അന്നഹു യസ്മഉഹു അള്ളാഹുവിൻ്റെ നിദ് തങ്ങളാവട്ടെ ജിന്നാവട്ടെ മലക്കാകട്ടെ ഖബറാളിയാകട്ടെ മരിച്ചുപോയ മൊയ്തീൻ ഷെയ്ഖാകട്ടെ അമൃത തങ്ങളാകട്ടെ സിയമടപുര ഇവരാരെങ്കിലും ആണെങ്കിലും അവർ ഇപ്പം വിചാരിക്കണത് ഇവരോട് ഇസ്തിഹാസ നടത്തിയാൽ അവർ കേൾക്കും എന്ന്. ഫയറ അവൻ മനസ്സിലാക്കുന്നത് കാണുന്നു അന്നഹു യസ്മഉഹു ഈ മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അവൻ വലിയെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വലിയ യഥാർത്ഥത്തിൽ തന്നെ വലിയ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള ആൾ കേൾക്കുന്നു. ഇതാ ദാഹു അയാളോട് പ്രാർത്ഥിച്ചാൽ ഇസ്തിഹാസ നടത്തിയാൽ വയറ മക്കാനഹു അവൻ്റെ സ്ഥലം അയാൾക്ക് അറിയും. വയലമു ഹാജത്തഹു ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി നബി ആവട്ടെ ഈ വലിയ ആവട്ടെ ആരാവട്ടെ ജിന്നാവട്ടെ ഷെയ്ത്താനാവട്ടെ
അവർ അവൻ്റെ കാര്യം അറിയുമെന്ന് അള്ളാഹുവിൻ്റെ ഒപ്പം അവന് കുതിരത്തുണ്ട് എന്ന് അവൻ വിശ്വസിച്ച ആ കുതിരത്ത് കൊണ്ട് ആ കഴിവുണ്ട്, അത് ചിലപ്പോൾ അവൻ പറയും ഇത് അള്ളാഹ് കൊടുത്ത കഴിവാണ്, അതുകൊണ്ട് അവൻക്ക് അയാൾ ഇയാളുടെ കഴിവ് വീട്ടിൽ കൊടുക്കുക, ഈ ഹാജത്ത് വീട്ടിൽ കൊടുക്കുമെന്ന് അള്ളാഹ് കൊടുക്കുമെന്ന്. വൽ മഖ്സൂദു അൻഹു യുസ്ബിതു ലഹു മിൻ സിഫാത്തി റുബൂബിയ്യത്തി. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ നിദ്ദിന് ആയിട്ട് ഇവൻ കൽപ്പിച്ച അത് മലക്കോ ജിന്നോ എന്താടൽ മരിച്ചുപോയവരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള മലക്കുകളോ പിന്നെ ജിന്നുകളോ ആരാവട്ടെ അവർക്ക് അവനെന്ത് ചെയ്യുന്നു റുബൂബിയത്തിൻ്റെ സിഫത്തുകൾ സ്ഥിരപ്പെടുത്തുന്നു എന്നതാണ് ആര് ഈ മുശ്രിക്ക് ബഹുദൈവവിശ്വാസി. മായർഫഉഹു അൻ ദറജത്തിൽ ഉബൂദിയത്തി ഇലാ ദറജത്തിൽ റുബൂബിയ. ആ നിദ്ദിനെ അവൻ ഇത് കാരണം എന്ത് ആക്കുന്നു ഉബൂദിയത്തിൻ്റെ ദർജത്തിൽ നിന്ന് റുബൂബിയത്തിൻ്റെ ദർജത്തിലേക്ക് മാറ്റുന്നു. കാരണം ഇപ്പറയപ്പെട്ടവരൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ അബ്ദാണ്, ഉബൂദിയത്തിലുള്ളവരാണ്, ദാസന്മാരാ. പക്ഷേ എന്താണ് അവരെ ഈ മരിച്ചുപോയ മഹാന്മാരെ ഉൾപ്പെടെയുള്ളവരെ ഇവൻ എന്ത് ചെയ്യുന്നു റുബൂബിയത്തിൻ്റെ ദർജത്തിലേക്കാക്കാം. അവൻ റബ്ബാന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ റബ്ബിൻ്റെ ദർജത്തിലേക്ക് അവൻ ആക്കുന്നുണ്ട് എന്നതാണ്. വജഅലുഹു മുസ്തഹിഖൽ ഇബാദത മഅ അല്ലാഹ്. അള്ളാഹുവിൻ്റെ കൂടെ ഇവർക്ക് ഇബാദത്ത് ചെയ്യാൻ അർഹനാണെന്ന് അവന് അങ്ങനെ ആക്കുന്നു. അവൻ പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇബാദത്ത് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാം കേൾക്കും എല്ലാം കാണും എന്ന് നിലക്ക് അവനോട് വിളിച്ച് തേടുന്നു, പ്രാർത്ഥിക്കുന്നു, ഇസ്തിആസ എന്ന് പേരിട്ടിട്ട്. വന്നൗസാനി രണ്ടാമത്തെ ഇനം എന്നത് മിന്ന ഷിർക്ക്, ഷിർക്കിൻ്റെ ഇനങ്ങളിൽ നിന്ന് ഷിർക്കുൻ അസ്ഗർ ചെറിയ ഷിർക്ക, ലാ യുഖ്രിജു മിനൽ മില്ല, അത് മില്ലത്തിൽ നിന്ന് പുറപ്പെടുവിക്കൂല, കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് വലാകിന്നഹു യൻഖിസു സവാബൽ അമൽ, അമലിൻ്റെ പ്രതിഫലം അതുകൊണ്ട് കുറയും. വഖദ് യുഹ്ബിതുഹു ഇദാ സാദ ഗലബ, അത് അധികമായി കഴിഞ്ഞാൽ അമലിനെ ഇല്ലാതാക്കും ചെയ്യും, പൊളിക്കും. വഹു അരിയ, അത് ലോകമാന്യമാണ്. അൽ യസീറു ഫി തഹ്സീനിൽ അമൽ. ഫസ്സറഹു ബിഹി, അതുകൊണ്ട് തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഫസ്സറ ഷിർക്കൽ അസ്ഗറ ബിരിയ, ഷിർക്കിൽ അസ്ഗറിനെ റിയാ എന്ന് തഫ്സീർ ചെയ്തിട്ടുണ്ട്. ആര്? ഖിതാമുൽ അംബിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീ ഖൗലിഹി, ഇസ്ലാമിന്റെ വചനത്തിൽ ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്ക് അസ്ഗർ, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയക്കുന്നത് ചെറിയ ഷിർക്കാണ്. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് സഹാബാക്കൾ ചോദിച്ചു, അമശ്ശിർക്കുൽ അസ്ഗർ, ഏതാണ് ഈ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്? ഖാല, അപ്പോൾ നബി പറഞ്ഞു അർരിയാ, ലോകമാന്യമാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ വചനം ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവിടെ പറഞ്ഞ ഷിർക്കും റിയ ആണെന്നാണ് തഫ്സീർ. ഇനി അടുത്ത് വമിന ഷിർക്കിൽ അസ്ഗരി അല്ലദീ ലാ യുഖ്രിജു മിനൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറപ്പെടുവിക്കാത്ത ഷിർക്കുൽ അസ്ഗറിൽ പെട്ടതാണ് ഇത് ഇഖ്സാം, ഖസം, അതായത് സത്യം ചെയ്യൽ. മസ്തർ അഖ്സമ, അഖ്സമ യുഖ്സിമി ഇഖ്സാം മസ്തറാണ് അഖ്സമൻ്റെ. ഐ അൽ ഹലിഫ്, അതായത് സത്യം ചെയ്യൽ. ബി ഗൈരിൽ ബാരി, ബാരി അല്ലാത്തവരെ കൊണ്ട്, ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനാണ് അള്ളാഹു, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട്. കൽ ഹലിഫ് ബിൽ ആബാഇ വൽ ഉമ്മഹാത്തി വൽ അബ്നാഇ വൽ അമാനത്തി വലിദാലിക്, പിതാക്കളെ കൊണ്ട്, മാതാക്കളെ കൊണ്ട്, മക്കളെ കൊണ്ട്, മക്കളാണ് സത്യൻ്റെ, മക്കളാണ് സത്യം എന്ന് പറഞ്ഞ ഒരു അമാനത്ത് കൊണ്ട്, ഉമ്മമാരെ കൊണ്ട്, ഉപ്പാമാരെ കൊണ്ട്, എൻ്റെ ഉപ്പയാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം എന്നൊക്കെ പറയണത്, അതൊന്നും പാടില്ല. വൈദ്യുതാരിക്ക് അതല്ലാത്ത കമാഫി സ്വഹീഹ് അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്നുള്ള റിപ്പോർട്ട് പോലെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദറക ഉമർ ബിൻ ഖത്താബ് ഹു യസീറു ഫി റക്ബിൻ യഹ്ലിഫു ബി അബീഹി ഫഖാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ അവൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊണ്ട് സത്യം ചെയ്തു ഒരു യാത്രയിൽ. അപ്പം വിശ്വാസം പറഞ്ഞെന്താ, അലാ ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബി ആബായിക്കും, അറിയുക നിശ്ചയം അള്ളാഹു നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നതിനെ നിരോധിക്കുന്നു. മൻകാന ഹാലിഫൻ, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹി, അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന്.